ബാഹ്യ ഉണ്ണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കി വന്നു കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ബാലൻസ് വന്നത് അടുത്ത ദിവസം ഉണ്ടാക്കാനാകുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ പ്രശ്നമില്ലാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് കേട് വരുന്നതിൻ്റെ മുന്നേറ്റ് നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തേക്ക് നൈസാക്കി അരിഞ്ഞെടുത്തു കേട്ടോ. അതായത് നൈസാക്കിയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാനും അതുപോലെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കിത് പൊടിക്കാനുള്ളതാണ്. വാട്ടക്കപ്പ അറിയാമോ? അത് നമ്മൾ കപ്പല്ലാത്ത സീസണിൽ നമുക്ക് കപ്പ കഴിക്കാൻ ഉള്ള പൂതിക്ക് പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണക്കിയെടുത്തേക്കും. ഒന്ന് വേവിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ടെടുക്കാം, അല്ലെങ്കിൽ ആവിക്ക് വേവിച്ചിട്ട് നമുക്കെടുത്ത് ഉണക്കിയെടുക്കാം. എന്നിട്ട് അതുകൊണ്ട് സാധാ കപ്പ കഴിക്കുന്നത് പോലെ വേവിച്ചെടുക്കാം, കപ്പല്ലാത്ത സീസണിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പഴയ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിച്ചിട്ട് കപ്പപ്പുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ റെസിപ്പി ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിനായിട്ടാണ്. അപ്പം ഞാനിത് കപ്പ ഇതുപോലെ നൈസാക്കി കട്ട് ചെയ്തിട്ട് ആവിക്ക് വേവിച്ചതാണ് കേട്ടോ. ഓട്ടപാത്രം വെച്ചിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇത് വയ്ക്കുക, ഒരു പാത്രം വയ്ക്കുക, ഓട്ടപാത്രം, എന്നിട്ട് അതിൽ നിരത്തി വെച്ചാൽ മതി. അപ്പോൾ ഇത് ആവിക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നൈസാക്കി അരിഞ്ഞിട്ടും കൂടെ ഉണ്ടെങ്കിൽ. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് ഉണക്കുക. അപ്പോൾ ഇങ്ങനെ കനലാതെ ഒക്കെ അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഞാൻ ഇതിങ്ങനെ നല്ല വെയിലത്ത് ഉണക്കാൻ വെച്ചതാണ്. എന്നിട്ട് പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കനലാത്ത ഷാള് വിരിച്ചിട്ടുണ്ട്. എന്നാൽ വല്ല ഉണങ്ങുകയും ചെയ്യും, പൊടിയാവില്ല. അപ്പോൾ ഇത് പറന്ന് പോകുമല്ലോ, അതിനായിട്ട് നമ്മൾ വല വെച്ചു. ഇനി 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വല അത് എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ അത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്, ഷാളിലൊക്കെ ഉണങ്ങി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. എന്നാണോ നമുക്ക് കഴിക്കേണ്ടത് വെച്ചാൽ അന്ന് ഉണ്ടാക്കിയാൽ മതി, പൊടിച്ചാൽ മതി. അപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.